കല്ലൂസ് PSC ലേണിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGS റിവിഷൻ്റെ 45 ഡേയ്സ് ചലഞ്ചസിൻ്റെ ക്ലാസ്സാണിത്. ഇന്ത്യൻ ഭൂമിശാസ്ത്രം. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7. ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 2. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ തെക്ക് സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന അയൽ രാജ്യങ്ങൾ ശ്രീലങ്ക, മാലിദ്വീപ്. രാജ്യത്തിൻ്റെ 3 വശവും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് രാജസ്ഥാൻ. പരമ്പരാഗതമായി ഉപയോഗിക്കാത്ത ഊർജ സ്രോതസ്സുകൾ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. കൃഷ്ണരാജ സാഗർ ഡാമിൻ്റെ മറ്റൊരു പേര് വിശ്വേശ്വരയ്യ ഡാം. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സും പ്രധാന വ്യാവസായിക ഇന്ധനവും കൽക്കരി. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ് ആണവ നിലയം. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ഡോക്ടർ ഹോമി ജെ ഭാഭ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയ്. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ കൊച്ചി മെട്രോ. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5. കേരളത്തിൽ ആദ്യത്തെ ജലവിമാന സർവീസ് നടന്നത് അഷ്ടമുടിക്കായൽ 2013 ജൂൺ 2. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം കാണ്ഡ്ല തുറമുഖം. 1-ാം ലോകമഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേയൊരു ഇന്ത്യൻ തുറമുഖം ചെന്നൈ. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്ന് അറിയപ്പെടുന്നത് വിശാഖപട്ടണം. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഹാൽഡിയ. ഇന്ത്യയിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട കപ്പൽ നിർമ്മാണശാല കൊച്ചി. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ആദ്യത്തെ കപ്പൽ റാണി പത്മിനി. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്റർ ആസ്ഥാനം വിശാഖപട്ടണം. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചപ്പോൾ ഉള്ള ഗവർണർ ജനറൽ ഡൽഹൌസി. ഹൈക്കോടതി ആവശ്യങ്ങൾക്കായി തപാൽ വകുപ്പ് പിങ്ക് എൻവലപ്പ് പ്രകാശനം ചെയ്ത സംസ്ഥാനം ജാർഖണ്ഡ്. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. രാജ്യത്തിന് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസ് ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രിയുടെ പിതാവ് സാം പിത്രോഡ. പാവപ്പെട്ടവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലും ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി കെ ഫോൺ. ഇന്ത്യയുടെ ദേശീയ സംപ്രേഷണ സ്ഥാപനം പ്രസാർ ഭാരതി. ആകാശവാണിക്ക് ആ പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ. ആകാശവാണിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമിൽ സ്ഥാപിതമായത് മുംബൈ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. കോട്ടണപ്പോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം മുംബൈ. ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം കാണ്ഡ്ല. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്. വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കാൺപൂർ. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം
ഉത്തർപ്രദേശ്. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാൺപൂർ. ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ സിമൻറ്റ് ഉപയോഗിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? പരുത്തി. ശ്രീനഗർ, കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഇന്ത്യയിൽ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൺ. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? NW2. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്കുഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? സിവാലിക്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? കാവേരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഇന്ദിരാഗാന്ധി കനാൽ. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഉത്തരാഖണ്ഡ്, ടിബറ്റ്. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? കാവേരി. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഉഷ്ണകാലം. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ദ്രാസ്. താങ്ക് യു.